ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്ക് ഇന്ന് സർഗം കിച്ചണിൽ നല്ല ടേസ്റ്റുള്ളൊരു കുക്കറപ്പം തയ്യാറാക്കാം. കുക്കറപ്പെന്നും പിന്നെ കലത്തപ്പം എന്നൊക്കെ പറയുന്നതാണ്. നമുക്ക് ആവിയിൽ തന്നെ വേവിക്കാൻ പറ്റുന്നതാണ്. പച്ചരി കുതിർത്ത് വെച്ച് ചുവന്നുള്ളിയും പിന്നെ നാളികേരക്കുത്തും കൂടി ചേർത്ത് നെയ്യിൽ വഴറ്റിയെടുക്കുന്നതാണ് ഈ കുക്കറപ്പം. പച്ചരിയിൽ തന്നെ ഏലക്കായും ജീരകവും കൂടി അരച്ച് ചേർത്ത് എടുക്കുന്നതാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചോറും ചേർക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പണ്ട് കാലത്തെ നല്ലൊരു പലഹാരമാണത് കലത്തപ്പം. നമുക്ക് കലത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അളവുകളൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് വേണം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം വാലാൻ വെച്ച് എടുത്ത് വെച്ചിട്ടുള്ളത്. 4 മണിക്കൂർ വെച്ച് കുതിർത്ത് വരുമ്പോൾ എല്ലാ വെള്ളമൊക്കെ പോയി നല്ല ഇതായിരിക്കും. പിന്നെ ഈ പച്ചരി അരക്കിനോട് കൂടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ജീരകവും 2 ഏലക്കായും കൂടി ചേർക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി നമുക്കിതിൽ കിട്ടും. അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഏലക്കായുടെ പൊടിയും ചേർത്താൽ മതി. ഞാൻ ഇപ്പോൾ ചെയ്യണത് പച്ചരിയുടെ കൂടി 2 ചേർക്കുന്നുണ്ട്. പിന്നെ ചുവന്നുള്ളി 1 കപ്പ് നല്ലോണം വേണം. പിന്നെ 2-3 ടേബിൾ സ്പൂൺ നാളികേരക്കുത്ത് ചെറുതാക്കി നുറുക്കിയത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചോറ്, 2 അച്ച് ബെല്ലം, അത് 250 ഗ്രാമോളം വരും, 200ഓളം വരും. അത് നമുക്ക് നല്ല ഡാർക്ക് കളർ എടുത്തു കഴിഞ്ഞാൽ കലത്തപ്പത്തിന് നല്ല ഡാർക്ക് കളർ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ലൈറ്റ് കളറാവും. ഇതിപ്പോൾ അത്ര ഡാർക്ക് ഇല്ല, എന്നാലും നല്ല അത്യാവശ്യം കളറുണ്ട്. ഇതാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ 1 പിഞ്ച്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നെയ്യ് നമുക്ക് ഇത് വഴറ്റാനൊക്കെ വേണം. ചുവന്നുള്ളി നാളികേരക്കൊത്തൊക്കെ വഴറ്റാനും. പിന്നെ എള്ള് നമുക്ക് ഓപ്ഷനിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. കടിക്കാൻ കിട്ടും. നമ്മൾ മാവിൻ്റെ ഉള്ളിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കടിക്കാൻ കിട്ടും. ആദ്യം നമുക്ക് പച്ചരിയും പിന്നെ ചോറും ഈ ജീരകവും ഏലക്കായും കൂടി നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ആ സമയത്ത് നമുക്ക് ഈ ബെല്ലം കുറച്ച് ഒന്ന് കുഞ്ഞി അമ്മിക്കല്ലുമ്മയൊന്ന് ചതച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഉരുക്കാൻ വയ്ക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ചേർക്കാൻ പാടുള്ളൂ. വെള്ളം ഈ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ തീരെ കൂടാൻ പാടില്ല. വെള്ളം കറക്റ്റായാൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിട്ട് കിട്ടും. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. വെച്ച് വെള്ളം നല്ലോണം ശ്രദ്ധിച്ച് വീഴ്ത്തണം. ഇത് നമുക്ക് 2 കാഞ്ചി ശർക്കര തന്നെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് വെള്ളം അത്യാവശ്യത്തിന് ഒരു 1/4 കപ്പോളം വെള്ളം മതി. അതവിടെ ഉരുകായിരിക്കട്ടെ. തീ ചുരുക്കിയിട്ടിട്ട് അങ്ങനെ ഉരുകട്ടെ. നമുക്ക് ഈ സമയത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. പച്ചരി 1 കപ്പ്, പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോറ്, പിന്നെ ജീരകവും ഏലക്കായും, ഉപ്പ് ആവശ്യത്തിന്. ഇത് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കാം. ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടി മാത്രം വെള്ളം ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ജീരകവും പിന്നെ നമ്മൾ ഏലക്കായ ഇട്ട കാരണം അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞോളും. തുറന്ന് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
ആവശ്യമുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർക്കാം. ജീരകം ചേർത്ത കാരണം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതിൽ ഇങ്ങനെ ഒരു പാകത്തിൽ ഇങ്ങനെ അരഞ്ഞ് കിട്ടണം. ഒന്നുകൂടി അരയ്ക്കാൻ, ജീരകം ഇങ്ങനെ ഈ സൈഡിലൊന്ന് അരയാണ്ട് കിടക്കും. ഇപ്പോൾ പാകമായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു പാകത്തിന് നമുക്ക് എടുക്കണം. അങ്ങനെ ഒരു പാകം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഇതിങ്ങനെ ഒഴിക്കാം. നല്ല പാകത്തിന് ഇങ്ങനെ അരഞ്ഞ് കിട്ടിയെങ്കിൽ നമുക്ക് ചൂട്ടോടെ തന്നെ ഈ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർക്കണം. ചൂടാറിയിട്ട് ചേർത്ത് അതിൻ്റെ അങ്ങനെ നല്ലൊരു കലത്തപ്പായിട്ട് കിട്ടില്ല. ചൂട്ടോടെ തന്നെ ചേർക്കണം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അരി എടുക്കാം. ഞാനിതിപ്പോൾ ഒരു കപ്പ് അരി എടുത്ത കാരണം ഒരെണ്ണം ഉണ്ടാവുക. എന്നാലും നമുക്ക് ഒരു കലത്തപ്പാകുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചൊന്ന് നോക്കണം. നല്ലോണം ഒന്നങ്ങനെ ഉരുക്കി വരുന്നത് കുറച്ചും കൂടി ഉരുകാണ്ട് അത് കണ്ട. അത് ഉരുക്കി ചൂട്ടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. നല്ലോണം ഉരുക്കിയിട്ട് ഇനി നമുക്ക് ഇത് ശർക്കര കണ്ട നല്ലോണം ഉരുക്കിയിട്ട് ഇനി നമുക്ക് ഇത് മാവിലേക്ക് ചേർക്കാം. ശർക്കര മാവിലേക്ക് ചേർക്കാം. ചേർക്കുമ്പോൾ ഒരു അരിപ്പി എടുത്തിട്ട് അരിക്കാം. ഒരിക്കനോട് കൂടിയിട്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കും കൂടി വേണം. അല്ലെങ്കിൽ ഈ ശർക്കര നല്ലോണം ഉരുകിയ കാരണം പെട്ടെന്ന് തന്നെ ഇത് വേവും. കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിങ്ങനെ ഇളക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം പോലെ ഇങ്ങനെ വെന്തിട്ടിരിക്കും. നമ്മുടെ മാവിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ എള്ള് ചേർക്കാം. എള്ള ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എള്ള് ചേർക്കണം. അതേപോലെ ബേക്കിംഗ് സോഡയാണ്, ഇത് ഒരു പിഞ്ച് ചേർക്കാം. ഇത് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഗ്യാസ് കത്തിച്ച് നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. വേറൊരു പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് ചുവന്നുള്ളിയൊക്കെ വഴറ്റാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ചെയ്യണേ. ചുവന്നുള്ളി നമ്മളൊരു കപ്പ് 1.5 കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ടല്ലോ, അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കണം. ചുവന്നുള്ളിയും നാളികേരക്കൊത്തും ഇതിൽ നമുക്ക് വറുത്ത് കോരണം. അതിന് വേണ്ടി വെള്ളം വറ്റിയിട്ട് ഉപ്പ് ചേർക്കണം. നല്ലോണം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി നുറുക്കി വെച്ചത് വഴറ്റണം. പിന്നെ നാളികേരക്കൊത്തും വഴറ്റണം. ആദ്യം ചുവന്നുള്ളി വഴറ്റാം. ചുവന്നുള്ളിയാണ് കലത്തപ്പത്തിന് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് നാളികേരക്കൊത്തും ഇടാം. അത് ഒരുമിച്ചായിക്കോളും. നല്ലോണം ചെറുതാക്കി അരിയണം നാളികേരക്കൊത്ത്. ഇപ്പം നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്തിട്ട് കലത്തപ്പം തയ്യാറാക്കുന്നത്.
നെയ്യിൽ വാടണ കാരണം ചുവന്നുള്ളിയൊക്കെ നെയ്യിൽ മൂക്കണ കാരണം നല്ലൊരു മണമുണ്ട്, നല്ലൊരു ടേസ്റ്റും കിട്ടും. നാളികേരക്കൊത്തും പിന്നെ ചുവന്നുള്ളിയൊക്കെ നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത കളറാവണം. വേണമെങ്കിൽ നമുക്കിതൊരു വേറെ പാനിലിട്ടിട്ട് മൂപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ 2 പാത്രം എടുക്കണ്ടേന്ന് വെച്ചിട്ട് ഒരു പാത്രത്തിൽ തന്നെ ആക്കിയത്, അല്ലെങ്കിൽ 2 പാത്രത്തിൽ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം എടുത്തിട്ട് വേണം പിന്നെ കുക്കറിക്ക് നല്ലോണം ചൂടായിട്ട് വേണം മാവ് അതിൽ ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാതും ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഈ ചുവന്നുള്ളി നാളികേരക്കൊത്ത് അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് കിട്ടും. ഒരു തരി ഇല്ലാണ്ട് എടുക്കണം എല്ലാതും. ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. എല്ലാ തരികളും നമുക്കിങ്ങനെ കോരിയെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് തീ നല്ലോണം ഒന്ന് കത്തിക്കാം. കുക്കറിൻ്റെ ചൂടനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിലെ പകുതി എടുത്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കുക്കറിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കണം. എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കർ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കണം. എല്ലാ ഭാഗത്തേക്കും നല്ലോണം അതിൻ്റെ വെളിച്ചെണ്ണ നല്ല ചൂട് വരണം. അപ്പം വേണം നമുക്ക് മാവ് വീഴ്ത്താനായിട്ട്. ഇനി നമുക്ക് ഈ മാവ് വീഴ്ത്താം. കണ്ടില്ലേ, നമ്മൾ മാവ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വീഴ്ത്താം. മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാളികേരക്കൊത്തും ചുവന്നുള്ളി ഒന്ന് ഇടാം. എല്ലാ ഭാഗത്തേക്കും ഒരു ഡെക്കറേഷൻ പോലെ. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഈ വിസിൽ മാറ്റി വയ്ക്കാം. ചുരുക്കി ഇടണം. ഗ്യാസ് തീ ചുരുക്കിയിട്ടിട്ട് വേണം വെക്കാനായിട്ട്. ഇനി അതിൽ കിടന്നിട്ടൊന്ന് വേണം. ഒരു 4-5 മിനിറ്റ് വെന്താൽ മതി. അപ്പം നമ്മുടെ കുക്കറപ്പം ശരിയായിട്ടുണ്ടാവും. ഒരു 4 മിനിറ്റ് ഞാൻ കുക്കർ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് നല്ലോണം പോകണമുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കുക്കർ ഇത്തിരി വലിപ്പം കൂടിയ കാരണമാണ്. ഇതിൽ ചെറിയൊരു കുക്കറാന്ന് വെച്ചാൽ കറക്റ്റ് വട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ഒരു കഷ്ണം മിസ്സിങ് പോലെ ആയിട്ട്. ഇത് നമുക്ക് ഇങ്ങനെയൊന്ന് കുത്തി നോക്കാം, വെന്തുണ്ടോ നോക്കാം. വെന്തിട്ടുണ്ട്, കണ്ട. മൂടി നോക്കിക്കഴിഞ്ഞാൽ മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം. ആ നേരത്തെ നമുക്കിതൊന്ന് ജസ്റ്റായിട്ടൊന്ന് ഇങ്ങനെ പിടിച്ച് എടുക്കാം. നമ്മുടെ കലത്തപ്പം തയ്യാറായിട്ടുണ്ട്. നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കറപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച കാരണം പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് നമുക്കിത് മെല്ലെ ഇങ്ങനെ എടുക്കാം. നമ്മുടെ കുക്കറപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല ആരുള്ള കുക്കറപ്പണത്. കലത്തപ്പം എന്നും പറയും, കുക്കറപ്പം എന്നും പറയും. ഇത് നല്ല ടേസ്റ്റാണ്. ചുവന്നുള്ളിയും നാളികേരക്കൊത്തിൻ്റെയും ഒക്കെ നല്ലൊരു മണമുണ്ട് ഇതിന്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.